തഹാവൂറാണ് റിക്രൂട്ട്മെന്റിന് മുന്നോടിയായുള്ള ഇന്റർവ്യൂ നടത്തിയത് കൊച്ചി ടാജ് റെസിഡൻസിയിൽ എന്നാണ് കണ്ടെത്തൽ. 2008 നവംബർ മാസം 16, 17 തീയതികളിൽ ഹോട്ടലിൽ എത്തിയവരുടെ വിവരങ്ങൾ NIA ശേഖരിക്കുകയാണ്. റാണയുടെ ഫോർട്ട് കൊച്ചി സന്ദർശനവും സഹായം നൽകിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം. തഹാവൂർ റാണയ്ക്ക് കൊച്ചിയിൽ സഹായിക്കാനെത്തിയയാൾ വിദേശത്തേക്ക് കടന്നു എന്നാണ് പ്രാഥമിക നിഗമനം. സഹിൻ ആന്റണിയുടെ സഹിൻ, തഹാവൂർ റാണയുടെ ഇന്ത്യയിലെ സന്ദർശനങ്ങൾ, ഇയാൾ എവിടെയൊക്കെ പോയി, ആരെയൊക്കെ കണ്ടു, എന്തായിരുന്നു ഇയാൾ ഇവിടെ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം നടത്തുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി. ഇതിലേറ്റവും പ്രധാനം കൊച്ചിയിലേക്കുള്ള റാണയുടെ സന്ദർശനം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇയാൾ പലരെയും റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത് എന്ന വിവരങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ആരിലേക്കെങ്കിലും ഒക്കെ അന്വേഷണം എത്തുന്നുണ്ടോ? നിലവിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ എങ്ങനെയാണ് സഹിൻ? സേതു, വലിയ പുരോഗതിയാണ് NIA നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്വേഷണത്തിലുള്ളത്. കാരണം NIA സംഘത്തിലെ 8 പേരെ കൊച്ചിയിൽ നിന്ന് തന്നെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബോംബെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ചും തഹാവൂർ റാണയുടെ കൊച്ചി സന്ദർശനം, കേരള സന്ദർശനമാണ് NIAയുടെ കൊച്ചിയിൽ നിന്നുള്ള സംഘം പരിശോധിക്കുന്നത്. അതിൽ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, കഴിഞ്ഞ 2008 നവംബർ 16, 17 തീയതികളിലായിരുന്നു തഹാവൂർ റാണ കൊച്ചി താജ് റെസിഡൻസിയിൽ താമസിച്ചിരുന്നത്. അന്നേ ദിവസം ഈ ഹോട്ടലിലേക്ക് നിരവധി ആളുകൾ എത്തിയിരുന്നു. അവിടെ വലിയ രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് ഇന്റർവ്യൂകൾ നടത്തിയിരുന്നു. റിക്രൂട്ട്മെന്റിന് മുന്നോടിയായിട്ടുള്ള ഇന്റർവ്യൂകളാണ് അവിടെ നടത്തിയിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, കേരളത്തിലെ ഒരു ദേശീയ ദിനപത്രത്തിൽ തഹാവൂർ റാണയുടെ കൊച്ചി സന്ദർശനത്തിന് മുന്നോടിയായിട്ട് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഇതിന്റെ പരസ്യവും തഹാവൂർ റാണ നൽകിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിയുന്നുണ്ട്. കൊച്ചിയിൽ ആരെല്ലാമാണ് തഹാവൂർ റാണയ്ക്ക് സഹായം ചെയ്തിരുന്നത് എന്നത് സംബന്ധിച്ചാണ് NIA സംഘം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൊച്ചിയിൽ പ്രധാനമായും ഇയാൾക്ക് സഹായം നൽകിയിരുന്നാൽ വിദേശത്തേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് NIA സംഘം എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല, തഹാവൂർ റാണ കൊച്ചി താജ് റെസിഡൻസിയിൽ താമസിച്ച ഘട്ടത്തിൽ അന്ന് ദിവസം ഹോട്ടലിലേക്ക് എത്തിയ ആളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും NIA ശേഖരിക്കുകയാണ്. കൂടാതെ ഫോർട്ട് കൊച്ചിയിലെ ഇയാളുടെ സന്ദർശനം, ആ സന്ദർശനത്തിൽ വലിയ ദുരൂഹത NIA സംഘം കാണുന്നുണ്ട്. കാരണം ഫോർട്ട് കൊച്ചിയിൽ ഇവർ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് പദ്ധതി ഇട്ടിരുന്നോ? മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്നുള്ള ഏതെങ്കിലും ആളുകൾ ഇയാളെ സഹായിച്ചിട്ടുണ്ടോ? ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചു വരികയാണ്. കേരളത്തിൽ ഇപ്പോൾ നിലവിൽ കൊച്ചിയിൽ മാത്രമാണ് ഇയാൾ സന്ദർശനം നടത്തിയത് എന്ന വിവരം ലഭിക്കുമ്പോഴും കേരളത്തിലെ മറ്റിടങ്ങളിൽ ഇയാൾ സന്ദർശനം നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം, ആ ഒരു സംശയം ഇപ്പോഴും NIA സംഘത്തിനുണ്ട്. സേതു. ഓക്കെ സഹിൻ, തഹാവൂർ റാണ ഇന്ത്യയിലെത്തിയതുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലേക്ക് അയാൾ എത്തിയത്, അയാളെ ആര് സഹായിച്ചു, എന്തിനായിരുന്നു വന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ വളരെ വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി.